വയനാട്ടിലെ ഉരുൾപൊട്ടൽ മേഖലകളിൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വിദഗ്ധ സംഘം ഇന്ന് പരിശോധന നടത്തും. പുനരധിവാസത്തിന് കണ്ടെത്തിയിരിക്കുന്ന ഭൂമിയിലെ ദുരന്ത സാധ്യത ഉൾപ്പെടെ സംഘം വിശദമായി പഠിക്കും. ദേശീയ ഭൌമശാസ്ത്ര പഠന ഗവേഷണ കേന്ദ്രത്തിലെ റിട്ടയേർഡ് ശാസ്ത്രജ്ഞൻ ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള 6 അംഗ സംഘം 10 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കും. സർക്കാർ നിർദ്ദേശപ്രകാരമാണ് ദുരന്ത നിവാരണ അതോറിറ്റി വിദഗ്ധ സംഘത്തിന് രൂപം നൽകിയിരിക്കുന്നത്. ഇന്ന് വയനാടെത്തുന്ന സംഘം ദുരന്തബാധിത മേഖലകളിലെ ആഘാതം സംബന്ധിച്ച് വിശദമായി പഠിക്കും. പ്രദേശത്ത് ഇനിയൊരു അപകട സാധ്യതയുണ്ടോ എന്നതും ഉരുൾപൊട്ടലുണ്ടായ മേഖലകളിൽ പുനരധിവാസം സാധ്യമാണോ എന്നതും സംഘം വിലയിരുത്തും. പുനരധിവാസത്തിന് ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിൽ ഭാവിയിൽ ദുരന്ത സാധ്യതയോ ഭീഷണിയോ ഉണ്ടോ എന്നതടക്കം വിദഗ്ധ സംഘത്തിന്റെ പരിശോധനാ പരിധിയിൽ വരുന്ന വിഷയങ്ങളാണ്. ദേശീയ ഭൌമശാസ്ത്ര പഠന ഗവേഷണ കേന്ദ്രത്തിലെ റിട്ടയേർഡ് ശാസ്ത്രജ്ഞൻ ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള 6 അംഗ സംഘമാണ് പ്രദേശത്ത് സൂക്ഷ്മ പരിശോധന നടത്തുക. ജിയോളജിസ്റ്റ്, ദുരന്ത സാധ്യത അപഗ്രഥന വിദഗ്ധൻ, ഹൈഡ്രോളജിസ്റ്റ്, മണ്ണു സംരക്ഷണ വിദഗ്ധൻ തുടങ്ങിയവരും സംഘത്തിലുണ്ടാകും. ഈ മാസം 22-ാം തീയതിക്ക് മുമ്പ് ദുരന്ത നിവാരണ അതോറിറ്റിയിലെ അഡ്വൈസറി കമ്മിറ്റിക്ക് വിദഗ്ധ സംഘം റിപ്പോർട്ട് സമർപ്പിക്കും. ടൗൺഷിപ്പ് ഉൾപ്പെടെ പുനരധിവാസ തീരുമാനങ്ങളിൽ അഡ്വൈസറി കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങളും ശുപാർശകളും പരിഗണിച്ചായിരിക്കും സർക്കാർ അന്തിമ തീരുമാനം കൈക്കൊള്ളുക. ദുരന്തത്തിൽ രേഖകൾ നഷ്ടപ്പെട്ടവർക്കായി മേഖലയിൽ ഇന്ന് പ്രത്യേക ക്യാമ്പ് സംഘടിപ്പിച്ചു. വിവിധ വകുപ്പുകൾ, IT മിഷൻ, അക്ഷയ എന്നിവയെ ഏകോപിപ്പിച്ചുകൊണ്ട് ജില്ലാ ഭരണകൂടമാണ് പ്രത്യേക ക്യാമ്പ് സംഘടിപ്പിച്ചത്. ടീം റിപ്പോർട്ട്, വയനാട്. അലമീൻ നൽകും ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ. അലമീൻ, എപ്പോഴായിരിക്കും വിദഗ്ധ സംഘം എത്തുന്നത്? ഏത് സമയത്ത് എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്? ഇന്നത്തെ അവരുടെ ഒരു പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെയായിരിക്കും? ശ്രുതിയൊന്ന് ഉച്ചയ്ക്ക് ശേഷം സംഘം വയനാട് എത്തുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. ആദ്യം ദുരന്തബാധിത മേഖലകൾ സന്ദർശിക്കുമോ, ഇനി അതല്ല ജില്ലാ ഭരണകൂടവുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം ഇവിടേക്ക് വരുമോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത ലഭിച്ചിട്ടില്ല. അവരുടെ ആക്ഷൻ പ്ലാൻ അവരെത്തിയതിനു ശേഷം മാത്രമായിരിക്കും ലഭ്യമാവുക. ഏതായിരുന്നാലും ഇന്നലെ ദുരന്ത നിവാരണ അതോറിറ്റി ഈ സംഘത്തിന് രൂപം നൽകിക്കൊണ്ട് ഉത്തരവിറക്കിയിരുന്നു. അതിന് പിന്നാലെ തന്നെ സംഘം വയനാടേക്ക് തിരിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമായും ഈ ദുരന്തബാധിത മേഖലകളിൽ ചൂരൽമലയിൽ ഉൾപ്പെടെ, മുണ്ടക്കയിൽ ഉൾപ്പെടെ, പുഞ്ചിരിമറ്റത്തുൾപ്പെടെ, വെള്ളാർമലയിൽ ഉൾപ്പെടെ ദുരന്തമാഘാതം സൃഷ്ടിച്ച മേഖലകളിൽ അവരെത്തും. അവർ അവിടെ വിശദമായി സൂക്ഷ്മമായി പരിശോധന നടത്തും, പഠനം നടത്തും. ഒന്ന്, ദുരന്തത്തിന്റെ കാരണം അവർ വിലയിരുത്തും. ഒപ്പം ഈ ദുരന്തബാധിത മേഖലകളിൽ ഇനിയൊരു പുനരധിവാസം സാധ്യമാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയും ചെയ്യും. സാധാരണ ദുരന്തബാധിത മേഖലകളിൽ പിന്നീട് ആളുകളെ പുനരധിവസിപ്പിക്കാറില്ല, അവിടെ നിന്ന് മാറ്റി താമസിപ്പിക്കാറാണ്. പുത്തുമലയിലടക്കം അത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലും ആ ദുരന്തബാധിത പ്രദേശങ്ങളിൽ ഒരുപക്ഷെ പുനരധിവാസം സാധ്യമാകില്ല, അവിടെ നടപ്പിലാക്കില്ല എന്നാണ് മനസ്സിലാക്കാനാകുന്നത്. പക്ഷേ എങ്കിൽ പോലും അതിന്റെ സാധ്യത സംഘം പരിശോധിക്കും. അതിനോടൊപ്പം ഈ ദുരന്തമുണ്ടായി ഉരുളുകൾ ഒലിച്ചുപോയ ഭാഗത്ത് പലയിടങ്ങളിലും കേടുപാടുകൾ പറ്റാത്ത വീടുകളുണ്ട്. അവിടെ ആളുകൾക്ക് തുടർന്ന് താമസിക്കാനാകുമോ എന്നതും പരിശോധിക്കും. അതോടൊപ്പം ദുരന്തബാധിത മേഖലയുടെ നിശ്ചിത ചുറ്റുപരിധിയിൽ വരുന്ന, ദൂരപരിധിയിൽ വരുന്ന വീടുകൾ, താമസക്കാർ, അവരെ അവിടെ നിന്ന് ഒഴിപ്പിക്കേണ്ടതുണ്ടോ എന്നതും പരിശോധിക്കും. അതോടൊപ്പം മേപ്പാടി പഞ്ചായത്തിലെ ചില ഇടങ്ങളിലാണ് ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കുന്നതിനും ടൗൺഷിപ്പ് നിർമ്മിക്കുന്നതിനുമൊക്കെ സർക്കാർ സ്ഥലം കണ്ടിട്ടുള്ളത്. ആ മേഖലയിൽ ഏതെങ്കിലും തരത്തിൽ ഭാവിയിൽ ദുരന്ത സാധ്യതയുണ്ടോ, ഭീഷണിയുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളും സംഘം വിലയിരുത്തുകയും വിശദമായി പഠിച്ച് പരിശോധിക്കുകയും ചെയ്യും. ആ റിപ്പോർട്ട് ഈ മാസം 22-നോ അതിനു മുൻപോ KSDMയുടെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അഡ്വൈസറി കമ്മിറ്റിക്ക് സമർപ്പിക്കും. അഡ്വൈസറി കമ്മിറ്റി ഈ മാസം 25-നോ അതിനു മുമ്പോ യോഗം ചേർന്ന ഈ സമിതിയുടെ നിർദ്ദേശങ്ങളും ശുപാർശകളും കണ്ടെത്തലുകളും പഠന റിപ്പോർട്ടും വിശദമായി വിലയിരുത്തിയതിനു ശേഷം സർക്കാരിനൊരു റിപ്പോർട്ട് സമർപ്പിക്കും. ആ റിപ്പോർട്ടും അതിലെ ശുപാർശകളും നിർദ്ദേശങ്ങളും ഒക്കെ പരിഗണിച്ചതിനു ശേഷമായിരിക്കും പുനരധിവാസം സംബന്ധിച്ചും ടൗൺഷിപ്പ് നിർമ്മാണം സംബന്ധിച്ചും സർക്കാർ ഒരു അന്തിമ തീരുമാനം എടുക്കുക. ഏതായാലും അല്പസമയത്തിനകം ഈ പ്രത്യേക ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രത്യേക വിദഗ്ധ സംഘം വയനാടെത്തും. അത് ചൂരൽമലയിൽ ഉൾപ്പെടെയുള്ള ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കും. ജില്ലാ ഭരണകൂടവുമായി ചർച്ച നടത്തുകയും ചെയ്യും.